ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു പാചക വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. തേങ്ങ അരച്ച മീൻകറിയാണ് ഇന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് കോര അല്ലെങ്കിൽ കുട്ടൻ എന്ന് പറയുന്ന മീൻ, പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആ മീനാണ് നമ്മളിന്ന് കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ മീൻ കറി വെക്കാനായിട്ടുള്ള കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് പറയാം. തേങ്ങ ആവശ്യത്തിന്, പെരിഞ്ചീരകം 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, 2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ സവാള അല്ലെങ്കിൽ ഉള്ളി ആവശ്യത്തിന്. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. അതേസമയം നമ്മൾ അടുപ്പിലേക്ക് ഒരു ചട്ടി എടുത്തു വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉലുവ മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ തന്നെ തക്കാളി, ഇവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൽ തക്കാളി ഒഴിച്ചുള്ള സാധനങ്ങൾ ആദ്യം ഇടുക. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് തക്കാളി, മാങ്ങ, ഉപ്പ് എന്നിവയാണ്. ഇതിട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലാം നന്നായിട്ട് അതിൽ പിടിക്കത്തക്ക രീതിയിൽ ഇളക്കുക. നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് ഒഴിക്കുക. അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ഇടാം. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ആകത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ മീൻ കറിയിൽ മാങ്ങ ചേർക്കുന്നവരും ഉണ്ട്, പുളി ചേർക്കുന്നവരും ഉണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അത് ചെയ്യാം. ദേ കറിയിലേക്ക് ഇടേണ്ട മീൻ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരപ്പ് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. സ്റ്റൗ നമ്മൾ സ്വിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ചെറിയ ഫ്ലോയിൽ അരപ്പ് ചൂടായാൽ മതിയാവും. നമുക്കിനി അരപ്പിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ അരപ്പിലിങ്ങനെ മീൻ നന്നായി മുങ്ങിക്കിടക്കണം. ഇനി നമുക്ക് ചട്ടി ഒന്ന് മൂടിക്കൊടുക്കാം. കറി പതുക്കെ തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. നമ്മൾ പുളി നോക്കുമ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ മാങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഇളക്കിയ ശേഷം നല്ല തിള വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ മൂടി അടച്ചു കൊടുക്കാം. കറി നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. നമ്മൾ വീണ്ടും മൂടി തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ആ മീനൊക്കെ അരപ്പിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ മീൻ കറിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ കറിവേപ്പിലയും ആ കറിക്കൂട്ടുകളും എല്ലാം ചേർന്ന നല്ലൊരു സ്മെല്ല്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് അടുപ്പിലേക്കൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതിനൊപ്പം കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ ഇടുക. എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മീൻ പൊടിയാത്ത രീതിയിൽ ഒന്നുകൂടി നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി മൂടിയെടുത്ത് അടച്ചു കൊടുക്കാം. അങ്ങനെ തേങ്ങ അരച്ച മീൻ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ്. തനൂസ് ഉണ്ടാക്കിയ കറികളും മീൻ വറുത്തതും ചോറുമൊക്കെ ടേബിളിന് പുറത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തനൂസ് ഉണ്ടാക്കി കാണിച്ച വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയത് ദേ കണ്ടോ. അതുപോലെ തന്നെ മീൻ വറുത്തതുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ വെള്ളം, ശുദ്ധമായ വെള്ളം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തേക്ക് വിടാം. ടാറ്റ, ബൈ ബൈ.